Any more questions? ആരെങ്കിലും ചോദിക്കാൻ? ഈ പടത്തിലെ സ്ത്രീകളോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നിങ്ങൾ ഇതിനകത്തിലെ ക്യാരക്ടേഴ്സ് കണ്ടു. ഇപ്പം അതിനകത്ത് അഭിനയിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ, അതായത് ഈ സ്പായിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ലൈഫിലെ ഡിഫിക്കൽട്ടീസ് മനസ്സിലായിട്ടുണ്ട്. അതിനകത്ത് പ്രൊഫഷണലായിട്ട് പഠിച്ചിട്ട് പോലും എന്താ പറയുക, ഇപ്പം നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടറിന്റെ ക്യാരക്ടർ വന്നിട്ട് രാധികയുടെ ക്യാരക്ടറിന് ഒരു പേര് വിളിക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഒരു ബിഹേവിയറാണ് ആളുകൾക്കെല്ലാം ഇവരുടെ അടുത്ത് കിട്ടുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ഒരു ക്യാരക്ടർ ഒരു ദിവസം ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷേ സ്ഥിരം അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരോട് എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്താണ് ഈ സമയത്ത് ഫീൽ ചെയ്യുന്നത്? എല്ലാവരോടുമാണ്, എല്ലാ സ്ത്രീകളോടും, ഈ പടത്തിലുള്ള എല്ലാ സ്ത്രീകളോടും. എനിക്ക് തോന്നുന്നു എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ഭയങ്കര സുഖമുള്ള പരിപാടിയാണെന്ന് വിചാരിക്കും, പക്ഷെ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അതിൽ കുറച്ചെങ്കിലും സുഖം അനുഭവിക്കുന്ന ആൾക്കാർ ആക്ടേഴ്സാണ്, ബാക്കിയുള്ളവരാണ് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട്. പിന്നെ നമ്മൾ തീരുമാനിക്കുകയാണ് ഞാൻ ഇന്ന ജോലി ചെയ്യാൻ ഓക്കെ ആണോ, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ ഓക്കെ ആണോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അപ്പം ആ ക്യാരക്ടേഴ്സും അവരും ആലോചിച്ച് തീരുമാനം, അവരത് ചെയ്യാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ള തീരുമാനം എടുത്തിട്ടാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും ആ ക്യാരക്ടറിൻ്റെ ഇത് ഞാൻ സഹിച്ച് ഇരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല എൻ്റെ. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ എൻഡിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. മറ്റു പല ക്യാരക്ടേഴ്സും അതുപോലെ അവരുടെ നോ ആണെങ്കിൽ നോ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ. അതിപ്പോൾ എല്ലാ തൊഴിലുകളും ഉള്ളതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞ് നമ്മൾ അഡൽട്സ് ആണ്, നമ്മൾ ഈ ജോലി ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് വരുന്നത്. അതൊരു പോയിന്റിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ ക്യാരക്ടേഴ്സിൻ്റെയും. അങ്ങനെയാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്,